സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളക്കുകയും ചെയ്യുന്ന അവസ്ഥയായ ഗ്ലോസിറ്റീസ് ഏത് വിറ്റാമിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയായ ഗ്ലോസിറ്റീസ് ഏത് വിറ്റാമിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഗ്ലോസിറ്റീസ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1098 ആണ്. 1098. ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1098. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരായുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലാണ് ബാലവേലയ്ക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചൂഷണത്തിനെതിരായുള്ള അവകാശം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഡാഷ് ആണ്. മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി 20 ഹെർട്സ് ആണ്. 20 ഹെർട്സ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. താഴ്ന്ന പരിധി 20 ഹെർട്സ്, ഉയർന്ന പരിധി എത്രയെന്ന് ചോദിച്ചാലോ 20,000 ഹെർട്സ് ആണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്നതാണ് ചോദ്യം. ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിലെ കാടുകളിലെ വിസ്തൃതിയിലെ ഏറ്റവും കൂടുതലുള്ള വിഭാഗം. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത്. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ്? കോൾപ്പാടങ്ങൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പൊ തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏത്? വികസിപ്പിച്ചത് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. KAU മനുരത്നയാണ്.
KAU മനുരത്ന. KAU മനുരത്ന എന്നത് എന്തിന്റെ ഇനമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നെല്ലാണ്. നെല്ലിന്റെ ഇനമാണ് KAU മനുരത്ന എന്നത്. വികസിപ്പിച്ചത് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം. ഉമ്മിനീരിന്റെ pH മൂല്യം എത്രയാണ്? ഉമ്മിനീരിന്റെ pH മൂല്യം ഓപ്ഷൻ ഡി ആണ്. 6.2 മുതൽ 7.6 വരെയാണ് ഉമ്മിനീരിന്റെ pH മൂല്യം വരുന്നത്. 6.2 ടു 7.6. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി ചെവിയിലാണുള്ളത്. ചെവി. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് എന്ത്? എന്തിന്റെ അഭാവമാണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായിട്ട് തീരുന്നു. ഇങ്ങനെ ഇത് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥ സിറോഫ്താൽമിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സിറോഫ്താൽമിയ ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. സിറോഫ്താൽമിയുടെ ലക്ഷണം എന്താണ്? നേത്രാവരണവും കോർണിയയും വരണ്ടിട്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് ഇത് അന്ധതയിലേക്ക് നയിക്കുന്നു. സിറോഫ്താൽമിയ. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരെന്താണ്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് സ്കർവി എന്നത് വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ്. മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് എന്ന് ചോദിച്ചാൽ, ഏത് അവസ്ഥയാണ് എന്ന് ചോദിച്ചാൽ സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. സ്കർവി വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് ധാതുവിന്റെ കുറവ് മൂലമാണ്? കാൽഷ്യമാണ്. കാൽഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിന്റെ കുറവ് മൂലമാണ്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ്. ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറി. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ വരുന്നത്? പ്രോട്ടീൻ 20%. 20%. ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയായ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയായ ഗ്രന്ഥത്തിന്റെ പേര് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ഹോർത്തൂസ് മലബാറിക്കസിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? 742 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 742. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏതാണ്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നതാണ്. ഗാന്ധി സെ പെഹലെ ഗാന്ധി രചിച്ചതാരാണ്? ഇക്ബാൽ ദുറാനി. ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രമാരാണ്? ബിർസ മുണ്ടയാണ്. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? 18-ാം നൂറ്റാണ്ടോടെയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 18-ാം നൂറ്റാണ്ട്. 18-ാം നൂറ്റാണ്ടോടെയാണ് കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ആയത്.
വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന വർഷം. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നത് ഏത് വർഷമാണ്? 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നത് 1498. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത്? 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്ത്. ഇന്ത്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ദേവേന്ദ്ര ജജാരിയാണ് ഇന്ത്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ദേവേന്ദ്ര ജജാരിയ. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനം ഏത്? യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏതാണ്? ആലിയ CX-300. ആലിയ CX-300 ആണ് യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം. ആലിയ CX-300. കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ IPS ആണ്. റവാഡ എ ചന്ദ്രശേഖർ IPS ആണ് കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി. റവാഡ എ ചന്ദ്രശേഖർ IPS. 2025 17ാം ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2025 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോയാണ്. ബ്രസീലില് റിയോ ഡി ജനീറോയിലാണ് 2025 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സില് ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം ഏതാണ്? 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സില് ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം ഏത്? ഇന്തോനേഷ്യയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇന്തോനേഷ്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖാണ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ദിവ്യ ദേശ്മുഖ്. മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്നത് ഏതൊക്കെയാണ്? വിറ്റാമിൻ A, D, K എന്നിവയാണ്. വിറ്റാമിൻ A, D, K എന്നിവയാണ് മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ. വിറ്റാമിൻ A, D, K. ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി ദ്വീപ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്ന് ഇതാണ് നമ്മുടെ ചോദ്യം. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, മാജുലി ദ്വീപ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കമന്റ് ചെയ്യുക. ബ്രഹ്മപുത്ര നദിയിലെ ഏത് സംസ്ഥാനത്താണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുപ്പൂറാണ്. കോയമ്പത്തൂരില് തിരുപ്പൂറാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തിരുപ്പൂർ. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്?
ആര്യാപ്പള്ളമാണ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? ആര്യാപ്പള്ളം. ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി ആര്? ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയത് ആര്? സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയത്. സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നത് CP രാമസ്വാമി അയ്യർ. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടത്. ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1931 1931 നവംബർ 1-ന്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ K കേളപ്പനാണ്. K കേളപ്പൻ. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യറാണ്. TR കൃഷ്ണസ്വാമി അയ്യറാണ് പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. TR കൃഷ്ണസ്വാമി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ ഏത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ചുവടെ പറയുന്നവയിൽ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. A, B എന്നിവരാണ്. പഴശ്ശിരാജയും താത്തിയ തോപ്പിയുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. പഴശ്ശിരാജ, താത്തിയ തോപ്പി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് ഏത് പേരിലാണ്? ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രം. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്ന പേരിലാണ് എന്നിങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. സൈലന്റ് വാലി ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്? സൈലന്റ് വാലി ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് സൈലന്റ് വാലി. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് സൈലന്റ് വാലി. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. മിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ. മിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. മിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ പ്ലാസ്മാവസ്ഥ. രാത്രി കാലങ്ങളിൽ ഉൽപാദനം കൂടുതലും
പകൽ കുറവുമായ ഹോർമോൺ ഏതാണ്? രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ ഏത്? മെലാട്ടോണിൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? അയോഡിൻ 131 ആണ്. അയോഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം എന്ത്? ട്രിറ്റിക്കം ഇസ്റ്റീവം എന്നതാണ് ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം. ട്രിറ്റിക്കം ഇസ്റ്റീവം. ഈ ക്ലാസ്സിൽ 50 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്